സമീപിക്കാനുള്ള സാധ്യത സർക്കാരിന് മുന്നിലുണ്ട്. അതിനുമപ്പുറം മേൽക്കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. അത്തരമൊരു നിയമക്കുരുക്കിലേക്ക് ഇത് പോകുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. എന്തായാലും നേരത്തെ നമ്മൾ തന്നെ കണ്ടിട്ടുള്ളതാണ്, ഈ വഖഫ് ഭൂമി പ്രശ്നത്തിൽ അതിനെ സങ്കീർണമാക്കുന്നത് പലപ്പോഴും ഇടയ്ക്കിടയ്ക്കുണ്ടാവുന്ന കോടതി വ്യവഹാരങ്ങളാണ്. മുമ്പ് ഒരു ഘട്ടത്തിൽ വഖഫിലെ ഈ തർക്കഭൂമിയിൽ നിന്നും സർക്കാർ റവന്യൂ പ്രകാരമുള്ള ജനങ്ങളിൽ നിന്ന് സജിത്ത് മുനമ്പം സമരസമിതി നേതാക്കൾ ഇപ്പോൾ മാധ്യമങ്ങളെ കാണും. എന്നാൽ മുഖ്യമന്ത്രി തൊട്ടടുത്ത ദിവസം ചേർത്ത മീറ്റിംഗിൽ MLA-യും റവന്യൂ മന്ത്രിയും മുഖ്യമന്ത്രിയും കോട്ടപ്പുറം രൂപത ബിഷപ്പ് അംബ്രോസ് പുത്തൻവീടിലും ഭൂസംരക്ഷണ സമിതിയുടെ ഭാരവാഹികളും SNDP-യുടെ നേതൃത്വത്തിലുള്ളവരും അതേപോലെ തന്നെ വൈദികരും എല്ലാവരും ഉദ്യോഗസ്ഥന്മാരും കൂടി ചേർന്ന മീറ്റിംഗിലാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനത്തിലൂടെ മുനമ്പത്തെ തീരപ്രദേശത്തെ ജനങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി തന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആ എതിർപ്പ് മാറ്റി ജുഡീഷ്യൽ കമ്മീഷനുമായി 100% സഹകരിച്ചത്. പക്ഷേ ഇത് ഒരു കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതിനുള്ള അധികാരം ഗവൺമെന്റിന് അധികാരമുണ്ട്, അത് കമ്മീഷനിലൂടെ പരിഹരിക്കേണ്ടതല്ല എന്നാണ് പറയുന്നത്. കാരണം നമുക്കറിയാം, ഈ റവന്യൂ അവകാശങ്ങൾ നിഷേധിച്ചത്, അതായത് 33 വർഷം പോക്കുവരവ് നടത്തി പൊസഷൻ അനുഭവിച്ച് കരമടച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയെ ഒരാൾക്ക് പോലും, അതായത് ഈ 610 കുടുംബങ്ങൾക്ക് നോട്ടീസ് നൽകാതെയാണ് ഇവർ റവന്യൂ അവകാശങ്ങൾ നിഷേധിച്ചത്. അത് നീതി നിഷേധമാണ്. ഒരു ഗവൺമെന്റ് ക്ഷേമരാഷ്ട്രം അല്ലെങ്കിൽ ക്ഷേമത്തിൽ ഗവൺമെന്റ് ഭരിക്കണമെന്നുണ്ടെങ്കിൽ അത് നീതിയുടെ ഉന്മൂലനത്തിലാകരുത്, നീതി നടപ്പിലാക്കി തരുന്നതിലൂടെ ആയിരിക്കണം. ഇവിടെ നീതി നിഷേധമാണ് നടന്നിരിക്കുന്നത്. ഗവൺമെന്റിന് അധികാരമുണ്ട് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നതിന്റെ പേരിൽ അടിയന്തിരമായി ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ ഞങ്ങൾക്ക് സ്ഥാപിച്ചു തരണം. കാരണം പോക്കുവരവ് ചെയ്ത് താമസിക്കുന്ന 33 വർഷമായിട്ട് താമസിക്കുന്ന ഞങ്ങൾക്ക് നോട്ടീസ് തരാതെയാണ്, ഞങ്ങളെ കേൾക്കാതെയാണ് അവർ ഏകപക്ഷീയമായി ഈ റവന്യൂ അവകാശങ്ങളെല്ലാം നിഷേധിച്ചത്. ശരിയായ നിയമോപദേശം സ്വീകരിച്ചിട്ടാണെങ്കിൽ റവന്യൂ അവകാശങ്ങൾ ഞങ്ങൾക്ക് അറിയാതെ നിഷേധിക്കപ്പെടുകയില്ല. അതുകൊണ്ട് ഗവൺമെന്റ് ഇതിന് സത്വരം ഇടപെടണം. അത് ഗവൺമെന്റിന് അതിനുള്ള അധികാരം, പവർ ഉണ്ട് എന്ന് ഇവിടെ കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അതിന് കമ്മീഷൻ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇത്രയും സമയം, നവംബർ 28-ാം തീയതി മുതൽ ഈ ദിവസം വരെയുള്ള ഈ സമയം വേസ്റ്റ് ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അധികാരമുള്ള ഗവൺമെന്റ് ആ അധികാരം ഒരു ഏകപക്ഷീയമായിട്ടാണ് റദ്ദ് ചെയ്തത്. പക്ഷേ അത് ശരിയല്ല. അതുകൊണ്ട് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു തരുന്നതിനുള്ള സത്വര നടപടികൾ ഗവൺമെന്റ് കൈക്കലാക്കണം. അതായത് ഇനി ഈ കമ്മീഷന്റെ പിന്നാലെ കമ്മീഷന്റെ അധികാരം പുനഃസ്ഥാപിക്കാനോ അല്ല അതിനെ സർക്കാരിന്റെ ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീൽ പോകാതെ സർക്കാരായിട്ട് ഇടപെടണം എന്നുള്ളതാണ്. അങ്ങനെയാണ് തീർച്ചയായിട്ടും. കാരണം ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത് ഞങ്ങളല്ല, ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത് ഗവൺമെന്റാണ്. ഗവൺമെന്റ് അഡ്വക്കേറ്റ് ജനറലിനെ അതേപോലെ തന്നെ ഞങ്ങളും വക്കീൽമാരെ വെച്ചിരുന്നു, ഫറൂഖ് കോളേജ് വക്കീൽമാരെ വെച്ചിരുന്നു. പക്ഷേ ഇതിനെല്ലാം അതിന്റെ ആവശ്യമില്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഗവൺമെന്റിന്റെ അധികാരം ഉപയോഗിച്ച് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു തരണം. ഗവൺമെന്റ് ഞങ്ങളോട് അന്വേഷിച്ചിട്ടില്ല. ഞങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ച് ഞങ്ങളുടെ അറിവോടെയല്ല ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത്. ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതെന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ലായിരുന്നു. പക്ഷെ എന്തായാലും ശരി, മുനമ്പത്തെ ജനങ്ങൾക്ക് ശാശ്വത പരിഹാരം അടിയന്തരമായി ഉണ്ടാകും. ആ അടിയന്തര പരിഹാരം ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ജുഡീഷ്യൽ കമ്മീഷനാണ് വരുന്നതെന്ന് പറഞ്ഞത്. ഞങ്ങൾ വളരെ ശക്തമായി അതിനെതിർക്കുകയും പന്തം കൊളുത്തി പ്രകടനം നടത്തുകയും ഞങ്ങൾ ഈ ജുഡീഷ്യൽ കമ്മീഷനുമായി യാതൊരു രീതിയിലും സഹകരിക്കില്ല എന്നും ഞങ്ങൾ പറഞ്ഞിരുന്നതാണ്. പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞ ആ ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സഹകരിച്ചു. പക്ഷെ ഞങ്ങൾ അത് വൃഥാവിലായി. ഞങ്ങള് കോട്ടപ്പുറം രൂപത ബിഷപ്പുണ്ട്, SNDP നേതൃത്വമുണ്ട്, അതേപോലെ തന്നെ വേട്ടുവ മഹാസമുദായത്തിലെ ആളുകളുണ്ട്, പുലയ സമുദായത്തിലെ ആളുകളുണ്ട്. എല്ലാവരുമായി ചേർന്ന്, എല്ലാ ധീവര സമുദായത്തിലെ ആളുകൾ എല്ലാവരും കൂടി ചേർന്ന് സമിതി ഭാരവാഹികളാണ് പറയുന്നത് സർക്കാർ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമുണ്ടാക്കണം, ശാശ്വത പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. ആദ്യം തന്നെ ജുഡീഷ്യൽ കമ്മീഷനെ എതിർത്തതാണ്, പിന്നെ മുഖ്യമന്ത്രിയുടെ ഉറപ്പിന്റെ പുറത്ത് മാത്രമാണ് അതിന് വഴങ്ങിയത് എന്നുകൂടി സമരസമിതി ഭാരവാഹികൾ. ജസ്റ്റിസ് കമാൽ പാഷ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ കമാൽ പാഷ, സർക്കാർ ഈ വിഷയത്തിനകത്ത് പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. അതൊരു ജുഡീഷ്യൽ കമ്മീഷന്റെ അധികാരമല്ല, പക്ഷേ ഇതൊരു വസ്തുത അന്വേഷിക്കുന്ന ഒരു അതോറിറ്റി മാത്രമാണെന്നുള്ളതാണ്. അത് കോടതി തള്ളുമ്പോൾ സർക്കാർ ശ്രമങ്ങൾക്ക് തിരിച്ചടിയാവുകയാണ്. ഇത് നിയമസാധുത തീരെയില്ല ഇങ്ങനെ ഒരു കമ്മീഷന് എന്നുകൂടി താങ്കൾ കരുതുന്നുണ്ടോ? ഇത് ഞാൻ ആദ്യമേ